ഇന്ന് വെളുപ്പിന് 2:20 കല്യാണിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുത്തത്. വളരെ പ്രതീക്ഷയോടെ നാട്ടുകാർ കാത്തിരിക്കുമ്പോഴാണ് ആ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത വരുന്നത്. ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. കേസിൻ്റെ വിവരങ്ങളുമായിട്ടാണ് ശ്യാം ചേരുന്നത്. അതിനിടയിൽ കല്യാണിയുടെ സംസ്കാരം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിയോടെ ഉണ്ടാകും എന്ന വാർത്ത കൂടി വരുന്നു. പറയൂ ശ്യാംകുമാർ. നിലവിൽ ഈ 4 വയസ്സുകാരിയായ കല്യാണിയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ കല്യാണിയുടെ അമ്മ ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് അങ്കമാലി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിന്റെ FIRൽ വളരെ കൃത്യമായി പോലീസ് പറയുന്നത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അമ്മ കുട്ടിയുമായി പാലത്തിലേക്ക് എത്തിയതും കുട്ടിയെ പാലത്തിൽ നിന്ന് താഴേക്ക് ഇട്ടതുമെന്ന് FIRൽ വളരെ കൃത്യമായി പറയുന്നു. അതിനു പുറമെ ഈ സംഭവം മറച്ചുവെക്കാൻ ശ്രമം നടത്തി എന്നുള്ള കാര്യവും FIRൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്ത്രീക്ക്, അതായത് സന്ധ്യ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനായി ഒരു ഡോക്ടറെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇവരുടെ കുടുംബവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവരുടെ ഭർത്താവിന്റെ കുടുംബവും ഉൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരിശോധനയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്ന് ഇതുവരെ പറയാനായിട്ട് സന്ധ്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയും ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ തുടരുകയായിരുന്നു ഇവർ. പോലീസ് വാങ്ങിക്കൊടുത്ത ഭക്ഷണവും കഴിച്ച് സുഖമായി കിടന്ന് ഉറങ്ങിയാണ് ഒരു കൊലപാതകം നടത്തി 4 വയസ്സുകാരിയെ കൊന്ന ശേഷം ആ സ്ത്രീ ഈ സ്റ്റേഷനിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും അവരിൽ ഇല്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. ഇനി ഇവരുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ഏതു തരത്തിലാണ് ഈ കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കൊലപാതക കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. ഇന്നലെ പുത്തൻകുരിശ് പോലീസ് കുട്ടിയുടെ ബന്ധുവിന്റെ പരാതിയിൽ കുട്ടിയെ കാണാതായതിനായിരുന്നു FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇന്ന് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കൊലപാതക കുറ്റം ചുമത്തിയാണ് ചെങ്ങമനാട് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ വൈദ്യപരിശോധനയ്ക്കുൾപ്പെടെ കൊണ്ടുപോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ബന്ധുക്കൾ അത് തള്ളിക്കളയുകയാണ്. ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. റാഫി, ബന്ധുക്കളെ അവർക്ക് അങ്ങനെ മാനസിക പ്രശ്നമുള്ളതായി പറയുന്നില്ല. മാത്രമല്ല ഇവർ ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് കലി വരുന്ന, ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ അമ്മ. പറയും. തീർച്ചയായും ആ നിലയിലുള്ള പ്രതികരണമാണ് ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നും ഒപ്പം തന്നെ ഭർത്താവിൽ നിന്നും മൂത്ത കുട്ടിയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തിയതു മുതൽ പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ സന്ധ്യയ്ക്കുണ്ടായിരുന്നു. സന്ധ്യ അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. അടുത്ത ബന്ധുക്കളോടോ അയൽക്കാരോടോ ഒന്നും സന്ധ്യ പ്രതികരിക്കില്ലായിരുന്നു. ആ നിലയിലുള്ള പെരുമാറ്റമായിരുന്നു ആദ്യഘട്ടം മുതൽ സന്ധ്യയിൽ നിന്നുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സന്ധ്യയുടെ പെരുമാറ്റത്തിനൊപ്പം തന്നെ ഈ കുട്ടികൾ ഉണ്ടായതിനു ശേഷം സന്ധ്യ പല തവണ കുട്ടികളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിൽ പെരുമാറിയിരുന്നു. ഒപ്പം തന്നെ ബന്ധുക്കളോടും വളരെ മോശമായി തന്നെ പെരുമാറിയിരുന്നു. ഒപ്പം ബന്ധുക്കളോട് കാര്യങ്ങളൊന്നും പറയാതെ തന്നെ വീട്ടിൽ പോകുന്ന ഒരു ശീലമായിരുന്നു ഈ സന്ധ്യയ്ക്കുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് 2 തവണ സംഭവിച്ചത്. അതായത് ഇതിനു മുൻപ് ഒരു തവണ ഈ 2 കുട്ടികളും ആക്രമിക്കപ്പെട്ടിരുന്നു. അന്ന് സന്ധ്യ ഈ കുട്ടികളെ ടോർച്ച് ഉപയോഗിച്ചാണ് അടിച്ചത്. അതിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളും ഒപ്പം തന്നെ ഈ ഭർത്താവും ബന്ധുക്കളും പറയുന്നത് ഈ കുട്ടികളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക്, കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് സന്ധ്യ യാത്ര തിരിച്ചത് ആരോടും പറയാതെയായിരുന്നു. ഈ രീതിയിലായിരുന്നു സന്ധ്യയുടെ യാത്രകളെല്ലാം തന്നെ. ഇത്തരത്തിൽ ആരോട് പറയാതെ ഈ 2 കുട്ടികളെയും കൂട്ടി സന്ധ്യ പോകുന്നു. ആ പോകുന്ന സമയത്ത് മൂത്ത കുട്ടിയോട് സന്ധ്യ പറയുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ജംഗ്ഷൻ വരെ പോകുന്നതാണ്. അവിടെ എത്തിയ ശേഷം ഓട്ടോറിക്ഷയിലേക്ക് കുട്ടിയെ വലിച്ചു കയറ്റുന്നു. അതിനുശേഷം ബസ്സിലേക്ക് കയറുന്നു. എതിർക്കാൻ ശ്രമിച്ച കുട്ടിയെ അവിടെ വെച്ച് അടിക്കുന്നു. അങ്ങനെ ബസ്സിൽ പിടിച്ചിരുത്തി അതിനുശേഷം ഈ കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ഐസ്ക്രീം വാങ്ങി നൽകുന്നു. ഈ ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് ഈ ഐസ്ക്രീമിൽ വിഷം ചേർക്കുന്നത് ഈ മൂത്ത കുട്ടി കാണാനിടയാകുന്നു. അതോടുകൂടി ഈ മൂത്ത കുട്ടി ഐസ്ക്രീം കഴിക്കാതെ അതിന് എതിർപ്പ് അറിയിക്കുന്നു. പിന്നീട് ഈ കുട്ടിയെ ടോർച്ച് ഉപയോഗിച്ച് ഇളയ കുട്ടിയെയും മൂത്ത കുട്ടിയെയും മർദ്ദിക്കുന്നു. അവിടെ നിന്ന് ഈ കുട്ടികൾ ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ ഈ സന്ധ്യയുടെ അമ്മയുടെ സഹായം തേടുന്നു. ഇവർ കൊടുന്ന് വീട്ടിലാക്കുന്നു. ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ ആദ്യം തന്നെ ഒരു വട്ടം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ബന്ധുക്കളും ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് മെമ്പറും എല്ലാം ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതും സന്ധ്യയെ വീണ്ടും ഈ തിരുവാണിയൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇതേ നിലയിലുള്ള പെരുമാറ്റം
പിന്നെയും സന്ധ്യ തുടരുന്നു. അതിനുശേഷം ഈ സന്ധ്യയെ ഇന്നലെ സംഭവിക്കുന്നത് ഈ സന്ധ്യ 11 മണിയോടുകൂടി ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവിനെ വിളിച്ചതിന് ശേഷം 3 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അംഗൻവാടിയിൽ നിന്ന് ഈ ഇളയ കുട്ടിയെ 4 വയസ്സുകാരിയെ വിളിക്കുന്നു. കല്യാണിയുമായി പിന്നീട് യാത്ര തിരിക്കുന്നു. ആ യാത്ര ആലുവയിലെത്തുന്നു. ആലുവയിൽ നിന്ന് മൂഴിക്കുളത്തെത്തുന്നു. മൂഴിക്കുളം ജംഗ്ഷനിൽ ഇറങ്ങുന്നു. കുട്ടിയെ പാലത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു. ഈ നിലയിലായിരുന്നു സന്ധ്യയുടെ പിന്നീടുള്ള യാത്രയുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പറയുന്ന പ്രധാന ഒരു പ്രശ്നം, സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഡോക്ടറെ കാണിക്കുകയോ മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളും പറയുന്നത്. ഒപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ അമ്മ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സന്ധ്യ ഈ നിലയിലുള്ള പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ സന്ധ്യയുടെ ബന്ധുക്കളോട് അമ്മയോട് ഒരുപാട് തവണ ചോദിച്ചിരുന്നു, സന്ധ്യ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണോ, ഡോക്ടറെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചിരുന്നോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം സന്ധ്യയുടെ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ ഇവരൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നം സന്ധ്യയ്ക്കില്ല എന്നാണ് ഈ സന്ധ്യയുടെ ബന്ധുക്കൾ നിരന്തരം ഈ ഭർത്താവിൻ്റെ അമ്മയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ടാമത്തെ യാത്ര, ഈ കുട്ടിയെ കൊല്ലാനുള്ള യാത്ര സന്ധ്യ നടത്തുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭർത്താവ് ഒരു മാസമായി വീട്ടിലുണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തായിരുന്നു. ഈ ഭർത്താവിൻ്റെ അച്ഛന് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭർത്താവ് രാവിലെ ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം 11 മണിക്ക് ഭർത്താവ് എപ്പോൾ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് സന്ധ്യ യാത്ര തിരിക്കുന്നതും കുട്ടിയുമായി പോകുന്നതും. ഓക്കെ, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയതായി വിവരം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സൂരജ് സജ്ജീകരിച്ചിരുന്നു. സൂരജ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഒരു നാടാകെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്നലെ എൻ്റെ നാട് കൂടിയാണ് ഈ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അയൽവാസികളുമായെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറഞ്ഞത് ഈ പുഴയിൽ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കുട്ടി ഏതെങ്കിലും കാരണവശാൽ രക്ഷപ്പെട്ടേക്കും എന്നൊരു പ്രതീക്ഷ അവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം വിഫലമായിക്കൊണ്ടാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ എല്ലാവരും തന്നെ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളടക്കം അതോടൊപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തി. ആദ്യം അവർ ആ മൃതദേഹം കണ്ടു. അതിനുശേഷം ആ കുട്ടിയുടെ മുഖം കണ്ട് സങ്കടമടക്കി പിടിക്കാനാകാതെ ബന്ധുക്കൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച അത് നമുക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. സ്കേൻ എന്തായാലും നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. വിരലടയാള വിദഗ്ധരുണ്ട്, അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘമുണ്ട്, ചെങ്ങമനാട് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ തലയിലടക്കം മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ പുഴയിലേക്ക് ഇട്ട സമയത്ത് ഈ തലയിടിച്ചു വീണതാകാം എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ മാത്രമാണ് എത്രമാത്രം മുറിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം കളമശ്ശേരിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഈ അച്ഛൻ്റെ വീട്ടുകാർ, അതായത് കുട്ടിയുടെ പിതാവും കുടുംബവും ഈ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹം അവർ അവിടെ നിന്ന് ഏറ്റുവാങ്ങുകയും തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ ഇതിന്റെ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ നൽകിയത്.